ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. അമിതമായി സ്വയം സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് തീരെ പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വ വൈകല്യമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഗ്രാൻഡിയോസിറ്റി, മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന ചിന്തയാണ് ഇവരെ ഭരിക്കുന്നത്. ഞാൻ എല്ലാവരെക്കാളും മുകളിലാണ് എന്നൊരു തോന്നൽ. അതോടൊപ്പം മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്യും. അടുത്തത് നീഡ് ഓഫ് കോൺസ്റ്റന്റ് അഡ്മിറേഷൻ ആണ്. എല്ലാവരും എന്നെ തന്നെ അംഗീകരിക്കണം, എല്ലാ അറ്റൻഷനും എനിക്ക് മാത്രം കിട്ടണം, എല്ലാവരും എന്നെ പുകഴ്ത്തണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ മടിക്കില്ല. ഇവർ ആഗ്രഹിക്കുന്നത് പോലെ അറ്റൻഷൻ ഇവർക്ക് കിട്ടിയില്ല എങ്കിൽ വല്ലാതെ അസ്വസ്ഥനാവുകയും ദേഷ്യം വരികയും ചെയ്യും. മറ്റൊരു ലക്ഷണം ലാക്ക് ഓഫ് എമ്പതിയാണ്. ആരോടും ഒരു കരുണയോ സഹാനുഭൂതിയോ ഇവർക്കുണ്ടാകില്ല. മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് ഒരു പരിഗണനയും നൽകില്ല. അടുത്തത് ഫ്രജൈൽ സെൽഫ് എസ്റ്റീം ആണ്. പുറമെ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് എന്നൊക്കെ തോന്നുമെങ്കിലും ചെറിയ ഒരു വിമർശനം പോലും ഇവരെ ആഴത്തിൽ മുറിവേൽപ്പിക്കും. വിമർശിച്ച ആളെ തെറ്റുകാരനാക്കാനായിരിക്കും പിന്നീട് ഇവർ അങ്ങോട്ട് ശ്രമിക്കുന്നത്. മറ്റൊരു ലക്ഷണം സെൻസ് ഓഫ് എൻലൈറ്റ്മെന്റ് ആണ്. അതായത് ഇവർക്കൊരു പ്രത്യേക പരിഗണന കിട്ടണമെന്ന് ഇവർക്കുണ്ടാകും. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കുകയും വേണം. അടുത്തത് എക്സ്പ്ലോയിറ്റേറ്റീവ് ബിഹേവിയർ ആണ്. സ്വന്തം കാര്യം നടക്കാനായി മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന സ്വഭാവം. ആവശ്യങ്ങൾക്കായി ബന്ധങ്ങൾ ഉപയോഗിക്കുകയും ആവശ്യം കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കുകയും ചെയ്യും. മറ്റൊരു സ്വഭാവം, ഇവർക്ക് തെറ്റ് പറ്റിയെന്ന് ഒരിക്കലും ഇവർ സമ്മതിക്കില്ല. ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് ഉടനെ മറ്റൊരാളിലേക്ക് ചുമത്താനും ഇവർ ശ്രമിക്കും. ഇതൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതിലുള്ള ലക്ഷണങ്ങൾ എനിക്കുണ്ടോ എന്നൊക്കെ തോന്നിയേക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്കുണ്ടോ എന്ന് തോന്നാം. ഒരിക്കലും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഡയഗ്നോസിസ് സ്വയം ചെയ്യരുത്. ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കണ്ട് ഡയഗ്നോസിസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.